അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കയറലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 31 ശനിയാഴ്ച. ദൌർഭാഗ്യകരമായ കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടി വന്നതിൽ വേദനയുണ്ടെന്ന് നടൻ മോഹൻലാൽ. തിരുവനന്തപുരത്ത് നടന്ന കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ചിനു ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം ആദ്യമായാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമയിലെ മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നതെന്നും സിനിമാ മേഖല ഒന്നാകെയാണ് പ്രതികരിക്കേണ്ടതെന്നും എന്നാൽ അമ്മയ്ക്ക് നേരെയാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ മൂവ്മെന്റായി ഇത് മാറണമെന്നും സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇതുപോലുള്ള കമ്മിറ്റികൾ ഉണ്ടാകണമെന്നും മോഹൻലാൽ പറഞ്ഞു. കൂട്ടായെടുത്ത തീരുമാനപ്രകാരമാണ് അമ്മ ഭരണസമിതി രാജിവെച്ചതെന്നും ആർക്കു വേണമെങ്കിലും അമ്മയുടെ നേതൃത്വത്തിലേക്ക് വരാമെന്നും മലയാള സിനിമയെ നമുക്ക് രക്ഷിക്കണമെന്നും മോഹൻലാൽ വ്യക്തമാക്കി. താൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ലെന്നും ഭാര്യയുടെ സർജറിയുമായി ആശുപത്രിയിലായിരുന്നുവെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. CPM നേതാവും LDF കൺവീനറുമായിരുന്ന EP ജയരാജനെതിരെ അച്ചടക്ക നടപടി. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കി. TP രാമകൃഷ്ണനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ. ഇതേ തുടർന്ന് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ EP കണ്ണൂരിലേക്ക് പോയി. ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയുണ്ടായതെന്നാണ് വിവരം. ഇന്നു ചേർന്ന CPM സംസ്ഥാന സമിതി യോഗത്തിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ EPക്കെതിരെ നടപടി പ്രഖ്യാപിക്കുക കേന്ദ്ര നേതൃത്വമാകും. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം EP നടത്തിയ കൂടിക്കാഴ്ചയുടെ സ്ഥിരീകരണവും CPMനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. LDF കൺവീനർ സ്ഥാനം സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തേണ്ടത് പാർട്ടി നേതൃത്വമാണെന്നും എന്ത് ചുമതല നൽകിയാലും ഏറ്റെടുക്കുമെന്നും TP രാമകൃഷ്ണൻ. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് വൈകിട്ട് LDF സംസ്ഥാന സെക്രട്ടറി അറിയിക്കാനിരിക്കെയാണ് TP രാമകൃഷ്ണന്റെ പ്രതികരണം. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ നീക്കിയതോടെ പ്രതിപക്ഷം ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. EP ജയരാജന് BJPയുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം ശരിയായെന്നും അദ്ദേഹം പറഞ്ഞു. BJP നേതാവ് ജാവദേക്കറെ EPയും മുഖ്യമന്ത്രിയും എന്തിന് കണ്ടുവെന്നും കേസുകൾ ദുർബലമാക്കാനാണ് ജാവദേക്കറെ കണ്ടതെന്നും VD സതീശൻ പറഞ്ഞു. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നിൽ BJP ബന്ധമല്ലെന്ന് മന്ത്രി GR അനിൽ. നേതൃസ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണിതെന്നും മന്ത്രി അറിയിച്ചു. മുകേഷിന്റെ രാജിയെ സംബന്ധിച്ച് പരസ്യ പ്രസ്താവന പാർട്ടി ഇതുവരെ നടത്തിയിട്ടില്ല. ബിനോയ് വിശ്വം പറഞ്ഞതെന്താണെന്ന് തനിക്കറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLAയോട് പത്തനംതിട്ട SP സുജിത് ദാസ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ശബ്ദരേഖ പുറത്ത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുക്കുന്നതിനാൽ അജിത് കുമാർ പോലീസിൽ സർവശക്തനാണ് എന്ന് സുജിത് ദാസ് അൻവർ MLAയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. എല്ലാ ബിസിനസ്സുകാരും അജിത് കുമാറിന്റെ സുഹൃത് വലയത്തിലാണെന്ന് അൻവർ പറയുമ്പോൾ സുജിത് ദാസ് അത് ശരിവയ്ക്കുന്നുമുണ്ട്. ADGP MR അജിത് കുമാറിനെതിരായ SPയുടെ ആരോപണത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ്. SP സുജിത് ദാസിനെതിരെയും അന്വേഷണമുണ്ടാകും. അന്വേഷണം ആവശ്യപ്പെട്ട് ADGP MR അജിത് കുമാർ DGPക്ക് കത്ത് നൽകിയേക്കും. PV അൻവർ MLAയുമായുള്ള SP സുജിത് ദാസിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെ ADGPക്കും സുജിത്തിനുമെതിരെ DGPക്ക് പരാതികൾ ലഭിച്ചു. PV അൻവർ MLAയുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തായതിന് പിന്നാലെ പത്തനംതിട്ട SP സുജിത് ദാസ് അവധിയിൽ പ്രവേശിച്ചു. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLAയോട് SP ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനവുമായി KT ജലീൽ MLA. SP സുജിത് ദാസിന്റെയും PV അൻവർ MLAയുടെയും ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പ് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ പരിശോധിക്കണമെന്നും ഏത് കേസും അട്ടിമറിക്കാൻ പ്രാപ്തിയുള്ള സംഘമാണ് ഇവരെന്നും
ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നും KT ജലീൽ ആവശ്യപ്പെട്ടു. തലസ്ഥാനത്ത് നടക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇങ്ങനെ പോയാൽ ഇതെവിടെ ചെന്ന് നിൽക്കുമെന്നും ആഭ്യന്തര വകുപ്പിന് മേലുള്ള നിയന്ത്രണം സർക്കാരിന് നഷ്ടപ്പെട്ടുവെന്നും പോലീസിന്റെ കേഡർ സ്വഭാവം നഷ്ടപ്പെട്ടുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ADGP MR അജിത് കുമാറിനെതിരായ പത്തനംതിട്ട SP സുജിത് ദാസിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. തെക്ക് നിന്ന് മുകേഷും വടക്കുനിന്ന് അൻവറും ചേർന്ന് പ്രസ്ഥാനത്തെ ഞെക്കിക്കൊല്ലരുതെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും CPM പത്തനംതിട്ട കുന്നന്താനം നോർത്ത് ലോക്കൽ സെക്രട്ടറിയും മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗവുമായ SV സുബിൻ. ഒരുത്തനെ പുറത്താക്കണമെന്നും മറ്റവനെ നിയന്ത്രിക്കണമെന്നും സുബിന്റെ പോസ്റ്റിലുണ്ട്. ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. മലയാള സിനിമയെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി തെന്നിന്ത്യൻ താരം രാധിക ശരത് കുമാർ. കാരവാനിൽ ഒളിക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. ഈ ദൃശ്യങ്ങൾ ലൊക്കേഷനിൽ ഇരുന്ന് പുരുഷന്മാർ കണ്ടതിന് താൻ ദൃക്സാക്ഷിയാണെന്നും നടി സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. നടി രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ നടിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമെന്നും തുടർ നടപടികൾ അതിനുശേഷമെന്നും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി. സിനിമാ സെറ്റിലെ കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന നടി രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണിത്. മലയാള സിനിമാ സെറ്റിലുണ്ടായ ദുരനുഭവം നടി രാധിക എന്തുകൊണ്ടാണ് അന്ന് തന്നെ തുറന്നു പറയാതിരുന്നതെന്ന് ഭാഗ്യലക്ഷ്മി. രാധികയുടെ നിശബ്ദത ക്രൈമിന് വഴിവെച്ചു കൊടുക്കുകയല്ലേ ചെയ്തത് എന്നും ഭാഗ്യലക്ഷ്മി ചോദിച്ചു. അതേസമയം ഇനി എത്ര സാക്ഷ്യങ്ങൾ വേണ്ടിവരും സർക്കാരിന് നടപടിയെടുക്കാനെന്ന് WCC അംഗം ദീദി ദാമോദരൻ ചോദിച്ചു. നടി രാധിക ശരത് കുമാറിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു ദീദി. സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും ലൈംഗികാതിക്രമത്തിന് പോലീസ് കേസെടുത്തു. കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ കോഴിക്കോട് കസബ പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തത്. ലൈംഗികാതിക്രമ കുറ്റം ചുമത്തിയാണ് FIR. നേരത്തെ ബംഗാളി നടിയുടെ പരാതിയിൽ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ബലാത്സംഗ കേസിൽ പ്രതിയായ M മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സമിതിയിൽ തീരുമാനം. രാജി ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയ CPM ലൈംഗികാരോപണത്തിൽ MLA സ്ഥാനം രാജിവെച്ച കീഴ്വഴക്കം ഇല്ലെന്നും ചൂണ്ടിക്കാട്ടി. പരസ്യമായ പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും പാർട്ടി മുകേഷിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബ്ലാക്ക്മെയിലിംഗിന്റെ ഭാഗമാണെന്നുമാണ് മുകേഷിന്റെ വിശദീകരണം. സംവിധായകൻ രഞ്ജിത്ത് യുവാവിന്റെ നഗ്നചിത്രങ്ങൾ തനിക്ക് അയച്ചുവെന്ന ആരോപണം നിഷേധിച്ച് നടി രേവതി. തനിക്ക് അത്തരം ഫോട്ടോകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അതിനാൽ അക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്നും രേവതി പറഞ്ഞു. സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരായ ലൈംഗിക പീഡന പരാതി കേസിൽ പരാതിക്കാരിയുടെ വിശദമായ മൊഴി ഇന്നെടുക്കും. DCP ഐശ്വര്യ ഡോങ്റെയാണ് മൊഴിയെടുക്കുന്നത്. ബാബുരാജിനെതിരായ കേസിൽ വിശദമായ മൊഴിയെടുത്ത ശേഷം മാത്രം FIR രജിസ്റ്റർ ചെയ്യും. നടൻ ബാബുരാജിനും ശ്രീകുമാർ മേനോനുമെതിരെ ആരോപണം ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റ് ഇമെയിൽ വഴി പോലീസിന് പരാതി നൽകിയിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ നടന്മാരായ സുധീഷിനും ഇടവേള ബാബുവിനുമെതിരെ കേസ്. നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ലൈംഗികാധിക്ഷേപത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പിന്നാലെ വന്ന വിവാദങ്ങളോടും മൌനം തുടർന്ന നടൻ മോഹൻലാലിനെതിരെ വിമർശനവുമായി എഴുത്തുകാരി ശോഭ ഡേ. നിലപാട് വ്യക്തമാക്കാതെ അമ്മ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ മോഹൻലാലിന്റെ നടപടിയെ ഭീരുത്വമെന്ന് ശോഭ ഡേ വിശേഷിപ്പിച്ചു. ഒരു ദേശീയ മാധ്യമത്തിനോടായിരുന്നു എഴുത്തുകാരിയുടെ പ്രതികരണം. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായി നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് അറിയിപ്പ്. ഇന്നു മുതൽ സെപ്റ്റംബർ 3 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നഗരക്കാഴ്ചകൾക്കായുള്ള KSRTCയുടെ ഇലക്ട്രിക് ഓപ്പൺ ഡബിൾ ഡെക്കർ ഡേ റൈഡ് ആരംഭിച്ചു. രാവിലെ 8 മണിക്കും 10 മണിക്കും 12 മണിക്കും കിഴക്കേക്കോട്ടയിൽ നിന്നാണ് സർവീസ്.
ഓൺലൈൻ റിസർവേഷൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും രാവിലെ 8:30 ആരംഭിക്കുന്നതും വൈകുന്നേരം 3 മണിക്ക് അവസാനിക്കുന്നതുമായ രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നതെന്നും കെഎസ്ആർടിസി അറിയിച്ചു. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. കെ.ഡി. പ്രതാപനും ഭാര്യ ശ്രീനയും ഉൾപ്പെടെ 37 പ്രതികളാണ് ആദ്യ കുറ്റപത്രത്തിലുള്ളത്. കമ്പനിയുടെ 15 പ്രമോട്ടർമാരെയും കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട്. 1651 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് നടന്നതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ദില്ലിയിലെ എയിംസിൽ ചികിത്സയിൽ തുടരുന്നുവെന്ന് CPM വാർത്താക്കുറിപ്പ്. ഡോക്ടർമാരുടെ പ്രത്യേക സംഘമാണ് യെച്ചൂരിയെ ചികിത്സിക്കുന്നത്. ശ്വാസകോശത്തിലെ അണുബാധയ്ക്കാണ് ചികിത്സയെന്നും വാർത്താക്കുറിപ്പിലുണ്ട്. ഈ മാസം 20-നാണ് യെച്ചൂരിയെ ന്യൂമോണിയ ബാധയെ തുടർന്ന് ദില്ലി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചെന്നൈയിലെ സ്വകാര്യ കോളേജിൽ ലഹരിവേട്ട, 30-ലേറെ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് കഞ്ചാവും ലഹരിമരുന്നുമാണ് പിടികൂടിയത്. കഞ്ചാവ്, മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ്. കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്യുകയാണ്. ചെങ്കൽപ്പേട്ട് ജില്ലയിലെ പോത്തേരി, കാട്ടാങ്കുളത്തൂർ എന്നിവിടങ്ങളിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഹോസ്റ്റലുകളിലായിരുന്നു പരിശോധന. തെലുങ്കു സിനിമയിൽ ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ രൂപീകരിച്ച സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് WCC മാതൃകയിൽ തെലുങ്ക് സിനിമാ രംഗത്ത് രൂപീകരിച്ച സംഘടനയായ വോയ്സ് ഓഫ് വിമൻ. വോയ്സ് ഓഫ് വിമനിന്റെ ആവശ്യപ്രകാരം തെലങ്കാന സർക്കാർ ഒരു സബ് കമ്മിറ്റിയെ സിനിമാ രംഗത്തെ ചൂഷണങ്ങൾ പഠിക്കാൻ നേരത്തെ നിയോഗിച്ചിരുന്നു. അതിജീവിതരുടെ സ്വകാര്യതകൾ സംരക്ഷിച്ച് അവർ നൽകിയ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാണ് ആവശ്യം. മുസ്ലിം MLA-മാർക്ക് വെള്ളിയാഴ്ച നമസ്കാരത്തിനായി അനുവദിച്ച 2 മണിക്കൂർ ഇടവേള റദ്ദാക്കി അസം നിയമസഭ. സഭാ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് നടപടിയെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ പ്രതികരണം. എന്നാൽ അസം മുഖ്യമന്ത്രി വില കുറഞ്ഞ പബ്ലിസിറ്റിക്കായി മുസ്ലിങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നുവെന്നാണ് RJD നേതാവ് തേജസ്വി യാദവ് പ്രതികരിച്ചത്. ടൂത്ത് പൌഡറിന്റെ സസ്യേതര ചേരുവകൾ ഉൾപ്പെടുത്തിയെന്ന ഹർജിയിൽ പതഞ്ജലി ആയുർവേദയ്ക്കും ബാബ രാംദേവിനും നോട്ടീസ് അയച്ച് ദില്ലി ഹൈക്കോടതി. വെജിറ്റേറിയൻ എന്ന് രേഖപ്പെടുത്തിയ ടൂത്ത് പൌഡറിൽ സസ്യേതര ചേരുവകളുണ്ടെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ജമ്മു കാശ്മീരിലെ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനെതിരെ വിദ്വേഷ പരാമർശവുമായി BJP. അവർ പാകിസ്ഥാന്റെ കൈയിലെ കളിപ്പാവകളാണെന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ ആരോപിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.